My name is Harsha and welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദീപിക പാദുകോൺ കാൻസിൽ പോയപ്പോൾ ചെയ്ത ഒരു മേക്കപ്പ് ലുക്കിൻ്റെ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഐ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കൺസീലർ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ അണ്ടർ ഐസ് ഒന്ന് കൺസീൽ ചെയ്യാണ്. ഞാൻ അണ്ടർ ഐസ് ആദ്യമേ കൺസീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു നമ്മുടെ കളറിൻ്റെ പേ ഓഫ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കുറച്ച് മൗത്ത് ഏരിയയിലും ഒക്കെ ഞാൻ നന്നായിട്ട് കൺസീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് ഫോർഹെഡിലും കുറച്ച് ഹൈലൈറ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കൺസീലർ. ഞാൻ ആദ്യമേ തന്നെ പറയാം, ഞാൻ ദീപിക പാദുക്കോണിനെ പോലെയല്ല. ആ ഒരു മേക്കപ്പ് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ആ ഒരു മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിതൊരു കോക്ടെയിൽ പാർട്ടി മേക്കപ്പ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഞാൻ ഐലിഡ്സിൽ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ കൺസീലർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോമ്പാക്റ്റ് ഒരു പ്രസ്ഡ് പൗഡർ എടുത്തിട്ട് അത് നന്നായിട്ട് ഐലിഡ്സിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഐ മേക്കപ്പ് ആദ്യമേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫോളോ ഔട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മായ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബേസ് മേക്കപ്പ് നല്ല ക്ലിയർ ആയിട്ട് ഇരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഐ മേക്കപ്പ് ആദ്യമേ തന്നെ ചെയ്യുന്നത്. ഇനിയും ഞാൻ ഒരു കാജൽ എടുത്തിട്ട് റഫ്ലി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ്. അത് കാരണം നല്ല കറക്റ്റായിട്ട് വരണമെന്നൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊരു സീംലെസ്ലി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. സ്മോക്കി ആയി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഐ ഷാഡോ പാലറ്റ് ഞാൻ എടുക്കുകയാണ്. ഈ ഐ ഷാഡോ പാലറ്റിലെ ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ആ ഒരു നമ്മൾ കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊരു മാറ്റ് ഫിനിഷ് കൊടുക്കാനായിട്ട്. ഇനി ട്രാൻസിഷൻ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ആ ബ്ലാക്കിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇൻകോർപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഹാഷ് ലൈൻസും ഒന്നും കാണാൻ പാടില്ല. അപ്പം നമുക്ക് വേണ്ടത്ര കളർ പേ ഓഫ് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു പീകോക്ക് ഷെയ്ഡിൻ്റെ കളർ ഐലിഡ്സിൽ ദീപിക പാദുകോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും അതുപോലെ തന്നെ ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ലിഡ്സിൽ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ശരിക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാണ്. ബുഷി ഐബ്രോസ് ആണ് ദീപികയ്ക്ക് കൊടുത്തേക്കുന്നത്. അപ്പം ഞാനും അതുപോലെ തന്നെ കുറച്ച് ബുഷി ആയിട്ടുള്ള ഐബ്രോസ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഫേസ് മേക്കപ്പ് ചെയ്യാം. ഫൗണ്ടേഷനാണ് ഞാനിവിടെ ആദ്യമേ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ നമുക്ക് എടുക്കാം. ഇതൊരു അൾട്രാ ഗ്ലാം മേക്കപ്പ് ലുക്കാണ്. അതുകൊണ്ട് ഫുൾ കവറേജ് ഫൗണ്ടേഷൻ വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് ചെയ്തത്. അതായത് ദീപിക പാദുകോൺ ചെയ്ത മേക്കപ്പ് ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ലുക്ക് ചെയ്യുന്നത്. സോ എക്സാക്റ്റ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. കാരണം അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാജൽ അപ്ലൈ ചെയ്യാണ്. ലോവർ വാട്ടർ ലൈനിൽ കാജൽ അപ്ലൈ ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം നല്ലൊരു കോൾഡ് ഐസ് ആണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് ദീപിക പാദുകോണിൻ്റെ. ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് വീണ്ടും ആ ഒരു ബ്ലാക്കിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് നമ്മൾ ഈ ഒരു പോർഷനിലും ബ്ലാക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് രണ്ട് കളേഴ്സും കൊണ്ട് നന്നായിട്ടൊന്ന് മെർജ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേക്ക് ലാഷസ് വെക്കുന്നവർക്ക് ഈ സമയത്ത് ഫേക്ക് ലാഷസ് വെച്ചിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദീപിക ഒബ്വിയസ്ലി വെച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഫേസ് ജസ്റ്റ് ഒന്ന് ചിസൽ ചെയ്യാൻ വേണ്ടി ഒന്ന് സ്ലിം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടൂർ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഫുൾ ഗ്ലാം മേക്കപ്പ് ആണ്. അപ്പോൾ കോൺടൂറൊക്കെ ചെയ്യുന്നാൽ നല്ല ഭംഗിയായിരിക്കും. റൗണ്ട് ഫേസ് ഉള്ളവർക്ക് കോൺടൂർ ചെയ്യുന്നത് ഒരുപാട് നല്ലതായിരിക്കും. നോസും ഞാൻ ജസ്റ്റ് ഒന്ന് കോൺടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബ്രോൺസിങ് ചെയ്യണമെങ്കിൽ ബ്രോൺസിങ്ങും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ കോൺടൂറാണ് ചെയ്തത്. അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോൺടൂർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് സ്ലിം ഡൗൺ ഔട്ട് ചെയ്യുകയും ചെയ്യാൻ മേക്കപ്പ് ചെയ്തേക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുകയും ചെയ്യും. റൗണ്ട് ഫേസ് ഉള്ളവർക്ക് കോൺടൂർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും.
നെക്സ്റ്റ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താ ഇവിടെ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ബ്ലഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാനും ഇന്നർ കോർണേഴ്സിൽ സ്പെഷ്യലി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ആ ഒരു ഐ മേക്കപ്പ് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ. ആൻഡ് ഐബ്രോസിൻ്റെ ബ്രോ ബോൺസിലും നമുക്ക് നന്നായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ഹൈലൈറ്റഡ് ആയിരിക്കും. ആൻഡ് നമുക്ക് ഫേസിലും ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ലിപ്സ് ആണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ച് ലിപ്സ് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യാണ്. ആൻഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് ഇടുന്നത്. മേബിളിൻ്റെ ന്യൂഡ് നുവാൻസ് ആണ് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്തത്. ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടി ലൈറ്റായിട്ട് തോന്നണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ എലിഗൻസ് മാറ്റ് ലിപ്പ് കളറിൻ്റെ ഒരു ഷെയ്ഡ് നമ്പർ 11 ഉണ്ട്. നല്ല ലൈറ്റ് ലിപ്പ് ഷെയ്ഡാണ്. അതും കൂടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ലിപ്സ് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ചെയ്തു. കാരണം ഈ ഒരു ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഈ ഇത്തിരി ലൈറ്റ് ലിപ്സാണ് നല്ലത്. അപ്പം ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഒരു മെസ്സി ബണ്ണും ആൻഡ് കുറച്ച് ഫ്ലിക്സും ഒക്കെയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഐ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനലിന്. അപ്പോൾ നമുക്കിനിയും അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ലെറ്റ്സ് സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.